പിന്നെ എനിക്ക് വല്ലാത്ത മറവിയുണ്ട്. ഞാൻ ഒരു ദിവസം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഫയൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഞാൻ എൻ്റെ ഇൻചാർജിനെ വിളിച്ച് വഴക്ക് പറഞ്ഞു, ഫയലും കൊണ്ട് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരുപാട് വിഷമിച്ച് പ്രാർത്ഥിച്ചു. അവസാനം മാതാവ് എനിക്കൊരു സ്ഥലം പറഞ്ഞു തന്നു. ആ സ്ഥലത്ത് നിന്ന് എനിക്ക് ആ പേപ്പർ ആ ഡോക്യുമെൻ്റ് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ചിറ്റൂരിൽ നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഭോപ്പാലിലെ എയിംസ് ഹോസ്പിറ്റലിലാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബർ 29 ഞാൻ കൃപാസനത്തിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും കേൾക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേട്ടൻ്റെ വൈഫ് പറഞ്ഞിട്ടാണ്. ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചേച്ചി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചേച്ചി എന്നെ പ്രേരിപ്പിക്കുമായിരുന്നു ഉടമ്പടി എടുക്കാൻ. കൂട്ടത്തിൽ എൻ്റെ അമ്മച്ചിയും ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞ് അമ്മ എന്നോട് പറയുമായിരുന്നു. പിന്നെ ചേച്ചി എന്നെ ഒരുപാട് പ്രേരിപ്പിക്കുമായിരുന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു യോഗ്യതയില്ല എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. എനിക്കൊരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ നിബന്ധനകൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ആ നിബന്ധന പ്രകാരം ഞാൻ ജീവിക്കാൻ തുടങ്ങിയായിരുന്നു. ലാസ്റ്റ് ഇയർ ഒക്ടോബർ നവംബർ മാസം തൊട്ട് ഞാൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയായിരുന്നു. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ ഒക്ടോബർ മാസം മുതൽ ഒരു ദിവസം പോലും വിടാതെ ഞാൻ കൊന്ത എത്തിച്ച് തുടങ്ങിയായിരുന്നു. അതിനിടയ്ക്കാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരി ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് ഒരു കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. മാത്രമല്ല ആ ഫോട്ടോയിൽ നിന്ന് മാതാവ് എന്നോട് പറഞ്ഞു, മാതാവ് ഈ വീട്ടിലോട്ട് വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, എന്തിനാ എനിക്ക് വേണ്ടി? അവളല്ലേ ഉടമ്പടി എടുത്തത്, അപ്പോൾ എനിക്ക് വേണ്ടി എന്തിനാ വന്നത് ഞാൻ ചോദിച്ചു. പക്ഷേ ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ശരിക്കും മാതാവ് അന്ന് വീട്ടിലോട്ട് അവളുടെ കൂടെ വന്നത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന്. കാരണം ഞാൻ ഉടമ്പടി എടുത്തു. ഇന്ന് ഞാൻ രണ്ടാമത് ഞാൻ പുതുക്കി ഇതേ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. ഉടമ്പടി എടുത്ത് പോയ ശേഷം തൊട്ട് എനിക്ക് എൻ്റെ വലതു ഭാഗത്തിൻ്റെ ഈശോയും ഇടതു ഭാഗത്തിൻ്റെ മാതാവും ഉള്ളൊരു ഫീലാണ് എനിക്ക്. ഉടമ്പടി എടുത്ത് പോയ ശേഷം എനിക്ക് വിഷമങ്ങളില്ല എന്നല്ല, വിഷമങ്ങളുണ്ട്. പക്ഷെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എന്നെ താങ്ങാനായിട്ട് 2 ആൾക്കാർ അപ്പുറത്തും എനിക്കുണ്ട്. അതിൽ ഞാൻ സന്തോഷവതിയാണ്. പിന്നെ ഉടമ്പടി എടുത്തു പോയി. എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് 5 ഇയേഴ്സ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പേടി കൊണ്ട് എനിക്ക് ലൈസൻസ് ഉണ്ടായിട്ട് പോലും എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ വണ്ടി മേടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വണ്ടി അത്യാവശ്യമായിരുന്നു. ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ എൻ്റെ ആവശ്യം അറിഞ്ഞ് എനിക്കൊരു ഡേറ്റ് പറഞ്ഞു തന്നു, ഫെബ്രുവരി 15. ആ ദിവസം തന്നെ എനിക്ക് പോയിട്ട് വണ്ടി എടുക്കാനും നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ ഭയമില്ലാതെ വണ്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം മാതാവ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, സ്പീഡിൽ പോകണോ, സ്ലോയിൽ പോകണോ, നീ ഇൻഡിക്കേറ്റർ ഇട, മിററിൽ നോക്ക്, അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു പോയി. ഞാൻ പലർക്കും കൃപാസനം പത്രം കൊടുത്തു. എൻ്റെ പള്ളിയിൽ, ഭോപ്പാലുള്ള പള്ളിയിൽ ഒരു അങ്കിൾക്ക് ഞാൻ കൃപാസനം പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ മലയാളി അസോസിയേഷൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ ആ അങ്കിളും വന്നിട്ടുണ്ടായിരുന്നു. ആ അങ്കിള് എന്നെ കണ്ടിട്ട് ചോദിച്ചു, നീ ഈ പരിപാടിക്കൊന്നും ചേർന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്കിൾ എനിക്ക് ഡാൻസ് കളിക്കാനും പാട്ട് പാടാൻ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം അങ്കിൾ എന്നോട് തിരിച്ചു പറഞ്ഞു, അത് നിനക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അല്ലേ എന്ന് ചോദിച്ചു. ആൾ തമാശയ്ക്ക് ചോദിച്ചാലും എനിക്ക് ഭയങ്കര ഫീലായി. ഞാൻ ഒരുപാട് കരഞ്ഞ് ഒരുപാട് വിഷമിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് മെയ് മാസം വന്നപ്പം നഴ്സസ് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആ വീക്കിൽ ഒരു സ്കിറ്റ് ഞങ്ങൾ തയ്യാറാക്കണമായിരുന്നു. അതിനകത്ത് എല്ലാവരും കൂടെ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ റോള് എനിക്കാണ് തന്നത്. അതിനകത്ത് ഞാൻ മാക്സിമം ഒഴിയാൻ നോക്കി. പക്ഷേ മാതാവ് എന്നോട് പറഞ്ഞു, ഇത് നിൻ്റെ റോളാണ്, ഇത് നീ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. അത് മാതാവ് എന്നെക്കൊണ്ട് ചെയ്യിച്ചു. ആ ദിവസം ഞാൻ മാതാവിനെയും ഈശോയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ സ്കിറ്റ് കാണാൻ വരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കഴിവില്ലാത്ത ഞാനാണ്, പക്ഷേ അവരെന്നെ കൊണ്ട് അത് ചെയ്യിച്ചു. അവരെൻ്റെ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. കാരണം പ്രോഗ്രാം തൊട്ട് മുന്നേ ഞാൻ ചോദിച്ചു, നിങ്ങൾ വന്നോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കിട്ടാത്തൊരു തണുപ്പ് എൻ്റെ ശരീരത്തിലുടനീളം എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ എനിക്ക് ഉറപ്പിച്ചു അവർ വന്നിട്ടുണ്ടെന്ന്. നല്ലപോലെ എനിക്ക് ചെയ്യാൻ പറ്റി. ഒരാൾ എന്നെ കളിയാക്കി പറഞ്ഞു, അതിന് പകരം 100 കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞു, നീ അടിപൊളിയായിട്ടത് ചെയ്തു എന്ന്. ഞങ്ങളുടെ സ്കിറ്റ് നല്ലൊരു ശരിയായി വന്നു അത്. പിന്നെ അതിനുശേഷം എന്നെ എല്ലാവരും ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെ പലരും പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിക്കാറുണ്ട്. അതിനുശേഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഒരാൾ എന്നോടൊന്ന് സംസാരിക്കുമ്പം എൻ്റെ മനസ്സിൽ പറയും, മോനെ ആ ആൾ പറയുന്നത് അതല്ല, അതിൻ്റെ പിന്നാലെ വേറൊരു ഉദ്ദേശമുണ്ട്, നീ ശ്രദ്ധിക്കണം എന്ന്. അങ്ങനെ പലതരത്തിൽ നിന്നും ഞാൻ പോവേണ്ട വഴിയിൽ നിന്ന് മാതാവ് എന്നെ തിരിച്ച് നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോയിട്ടുണ്ട്.
പിന്നെ എനിക്ക് വല്ലാത്ത മറവിയുണ്ട്. ഞാൻ ഒരു ദിവസം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഫയൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഞാൻ എൻ്റെ ഇൻചാർജിനെ വിളിച്ച് വഴക്ക് പറഞ്ഞു, ഫയലും കൊണ്ട് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരുപാട് വിഷമിച്ച് പ്രാർത്ഥിച്ചു. അവസാനം മാതാവ് എനിക്കൊരു സ്ഥലം പറഞ്ഞു തന്നു. ആ സ്ഥലത്ത് നിന്ന് എനിക്ക് ആ ഡോക്യുമെൻ്റ് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് വളർന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് കുർബാനയ്ക്ക് ഞാൻ ഇടപെടാതെ പോകുന്നുണ്ട്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് എനിക്ക് രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. കാരണം പലരും പ്രാർത്ഥനയിൽ ഇമ്പ്രൂവ്മെൻ്റായി ഉടമ്പടി എടുത്ത ആൾക്കാരടക്കം ഉണ്ട്. പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയ്ക്കിടയിൽ എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പേടിയായതുകൊണ്ട് ഞാൻ വായിക്കത്തില്ല. അപ്പം എനിക്കൊരു ദിവസം ഉടമ്പടി എടുത്ത് പോയ ശേഷം എനിക്കൊരു അങ്കിള് ബൈബിൾ വായിക്കാനായിട്ട് കൊണ്ട് തന്നു. എൻ്റെ സ്ഥിരം സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കത്തില്ല, ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുക ചെയ്യാറുള്ളത്. പക്ഷേ അന്നത്തെ ദിവസം അങ്കിൾ ബൈബിൾ കൊണ്ട് തന്ന സമയത്ത് ഞാൻ പറ്റത്തില്ല എന്ന് പറയാൻ വന്ന എൻ്റെ വായെന്ന് വന്നത് വായിക്കാമെന്നാണ്. അങ്ങനെ വന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ഓർത്തുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനല്ല, എൻ്റെ ഉള്ളിൽ എൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവനാണ് എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ നല്ലപോലെ ബൈബിൾ വായിച്ചു. ഇപ്പോൾ ഞാൻ അവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. പലരും പറയാറുണ്ട് നന്നായിട്ട് വായിക്കുന്നുണ്ടെന്ന്. പിന്നെ കാരണം എൻ്റെ പേഷ്യൻസ് ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനൊരു നേഴ്സാണ്. ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന കഴിയുമ്പം ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് അവർക്ക് കൊണ്ട് തേച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ പലർക്കും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില പേഷ്യൻസിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ഞാൻ ഈശോയുടെ അടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പറയാറുണ്ട്, ഈശോ, ഈ മനുഷ്യൻ ഇവിടെ കിടന്ന് മരിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ കരയും, ഞാൻ നീയുമായിട്ട് അടി ഉണ്ടാവും ഈശോയെ, അതിനുള്ള ഇട വരുത്തരുതെന്ന് ഞാൻ ഈശോയോട് പറയും. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആർക്കൊക്കെ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ പേഷ്യൻസിൻ്റെ ഒന്നും മരണം കാണാൻ എനിക്ക് ഇടവരുത്തിയിട്ടില്ല. അവരൊക്കെ ഡിസ്ചാർജ് ആയിട്ട് എൻ്റെ ICU പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും അനിയത്തിക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനു മുൻപായിട്ട് എനിക്ക് പറയാനുള്ളൊരു വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് കണ്ണിന് കുറച്ച് ബ്ലഡ് വിഷൻ ഉണ്ട്. എനിക്ക് ദൂരമുള്ളത് എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കണ്ണട വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണട വെക്കാതെ വിശുദ്ധ കുർബാന കാണണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അത് ഉടമ്പടിക്ക് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു ദിവസം കുർബാനയ്ക്കിടയിൽ ഞാൻ കണ്ണട വെച്ചുകൊണ്ടിരുന്ന ഞാനാണ്. ആ ദിവസം ഞാൻ കണ്ണട ഊരി മാറ്റി. അച്ഛൻ ഓസ്തി എടുത്ത് വാഴ്ത്തി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അത് ഈശോയുടെ തിരുശരീരമാവുന്ന ആ സമയത്ത് മാത്രം എനിക്ക് കാണാം ആ വട്ടത്തിൽ വെള്ള ഓസ്തിയിൽ IHS നെയ്തിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റും. അച്ഛനെയും അൾത്താരെയും എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ എനിക്ക് പഴയ പോലെയാവും എൻ്റെ വിഷൻ. അങ്ങനെയാണ്. അപ്പം മാതാവ് എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ നിനക്ക് കംപ്ലീറ്റ് വിഷൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഉടമ്പെടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മാതാവിനോട് ചോദിച്ചു, നിനക്ക് വിഷം വേണ്ട, നിനക്ക് മുഴുവൻ കാണണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട മാതാവ്, എനിക്കൊന്നും കാണണ്ട, എനിക്ക് കുർബാന മാത്രം കണ്ടാൽ മതി. ഞാൻ മൊത്തത്തിൽ ലോകം മൊത്തം ഞാൻ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുർബാനയുടെ ഇടയിലുള്ള മിറാക്കിൾ എനിക്ക് മനസ്സിലാവാതെ പോവും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ എൻ്റെ കാഴ്ച തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നില്ല. ബാക്കി ദൂരമുള്ളത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും എൻ്റെ വിശുദ്ധ കുർബാന എനിക്ക് ഒരു മിറാക്കിളായിട്ട് എനിക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഈശോ പലപ്പോഴും എനിക്ക് കുർബാനയിൽ ഞാൻ ഈശോയുടെ പീഡാസഹനം ഓർത്ത് എനിക്ക് കരഞ്ഞ അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രയും ആത്മീയമായിട്ട് എനിക്ക് കുർബാന കൂടാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ഉടമ്പടി എടുത്ത ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഞാൻ ഒരു ദിവസം പോലും ഇടപെടാതെ ഞാൻ കൊന്തെത്തിക്കുന്നുണ്ട്. ഈ ഒക്ടോബർ മുതൽ ഞാൻ ദിവസം 2 കൊന്ത വെച്ച് എത്തിക്കുന്നുണ്ട്. എന്നെക്കാളും കൊന്തെത്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കൊന്ത പോലും എത്തിക്കാതിരുന്ന ഞാൻ ഇപ്പോൾ ഇന്ന് ഒരു ദിവസം 2 കൊന്ത വെച്ച് എത്തിക്കുന്നുണ്ടെങ്കിൽ അതും മാതാവ് എനിക്ക് തന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ എൻ്റെ അനിയത്തിക്ക് മുട്ടുകാലിന് വേദന ഉണ്ടായിരുന്നു, ഒരു നീര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭോപ്പാലിരുന്നിട്ട് എൻ്റെ മുട്ടുകാലിൽ ഞാൻ ഉടമ്പടി തൈലം തേച്ച് അങ്ങനെ അവൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ അത് മാറി. 3 വർഷമായിട്ട് എൻ്റെ അപ്പച്ചന് ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. അത് അപ്പച്ചൻ തേനും ഉപ്പും ഉപയോഗിച്ച് വിശുദ്ധ തേനും ഉപ്പും ഉപയോഗിച്ച് അപ്പച്ചനത് മാറി. അതിൽ അമ്മച്ചിക്ക് കാലിനടിയിൽ ആണി ഉണ്ടായിരുന്നു, മുട്ടുകാലിന് വേദന, വാദം, അങ്ങനെ പല രോഗങ്ങളുണ്ടായിരുന്നു. ഇതിനൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതെല്ലാം അമ്മയ്ക്ക് മാറി. അമ്മ തയ്ക്കുന്ന ആളായിരുന്നു. നടുവേദന കാരണം അമ്മയ്ക്ക് തയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു കുറേ വർഷങ്ങളായി, 2-3 വർഷമായിട്ട്. ഇപ്പോൾ അമ്മ പയ്യെ തയ്ക്കാൻ തുടങ്ങി. അമ്മയുടെ നടുവേദന കുറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് എൻ്റെ അനിയത്തി 4th ഇയർ പാസ്സായി. അവളും നഴ്സിംഗാണ് ചെയ്തത്. 3 വർഷം ഇല്ലാത്ത രീതിയിൽ അവൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, നല്ല മാർക്കും അവൾക്ക് 4th ഇയർ സ്കോർ ചെയ്യാൻ പറ്റി. അവൾ എന്നോട് പറഞ്ഞു, അവൾ കാശ് രൂപം
ഇവിടെ ഉടമ്പടി കാശുരൂപമല്ല, സാധാരണ കാശുരൂപം, അച്ഛൻ വെഞ്ചരിച്ച കാശുരൂപം മുറുക്കെ പിടിച്ച് അവൾ എക്സാം എഴുതിയെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ വഴക്കും വടിയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും, ഞാനും അമ്മയും അനിയത്തിയമ്മയൊക്കെ എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം അതിനൊക്കെ വളരെ കുറവ് വന്നിട്ടുണ്ട്. സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. എനിക്ക് വിഷമങ്ങളുണ്ടെങ്കിലും മാതാവ് എന്നെ സമാധാനിപ്പിക്കാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പും തുണയും എനിക്കുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം